വീഡിയോയിൽ സംസാരിക്കാൻ പോകുന്നത് എൻ്റെ ഒരു ഫേവറേറ്റ് ബ്രാൻഡിനെ കുറിച്ചിട്ടാണ്. ഞാൻ കുറച്ച് കാലമായിട്ട് അത് യൂസ് ചെയ്യുന്ന ഒരു പ്രൊഡക്റ്റാണ്. ആൻഡ് നിങ്ങൾക്ക് പലർക്കും അത് ഫെമിലർ ആയിരിക്കും, കാരണം അത്രയും ഒരു ഹൈപ്പിൽ നിൽക്കുന്ന ഒരു പ്രൊഡക്റ്റാണ്. വേറെ ഒന്നല്ല, കോസാറെക്സിൻ്റെ ഒരു സ്നെയിൽ മ്യൂസിയം എസൻസിനെ കുറിച്ചിട്ടാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ജസ്റ്റ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ആൻഡ് അതിൻ്റെ തൊട്ടടുത്തൊരു കുഞ്ഞു ബെല്ലൈക്കൺ കൂടിയുണ്ട്. അത് എനേബിൾ ചെയ്യുമ്പോഴാണ് ഫ്യൂച്ചറിൽ ഇടുന്ന വീഡിയോസിൻ്റെ ഒക്കെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് കിട്ടും. സോ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. എന്ന് പറയുന്ന ഒരു കൊറിയൻ ബ്രാൻഡാണ്. ഈ ഒരു സ്നെയിൽ മ്യൂസിയം എന്ന് നമ്മൾ കേൾക്കുമ്പോൾ തന്നെ നമുക്ക് ആദ്യം മനസ്സിലേക്ക് വരുന്നത് ഒച്ചിനെയാണ്. അതെ, നമുക്ക് തൊടാൻ ഉറപ്പുള്ള ഒച്ചിൻ്റെ തന്നെയാണ് ഇത്. അപ്പോൾ എനിക്കും ആദ്യം ഈ ഒരു പ്രൊഡക്റ്റ് കണ്ട സമയത്ത് എനിക്കും ഒരു ഇറിറ്റേഷൻ ഉണ്ടായിരുന്നു. ഒച്ച് നമുക്ക് കാണുമ്പോൾ തന്നെ നമുക്കൊരു അറപ്പ് തോന്നുന്നൊരു സംഭവമാണ്. അപ്പോൾ അതിൻ്റെ ഒരു മ്യൂസിയം നമ്മൾ ഫേസിലോട്ട് അപ്ലൈ ചെയ്യുമ്പോൾ എത്രമാത്രം അത് നല്ലതാണോ എന്നൊന്നും എനിക്ക് അറിയണ്ടായിരുന്നില്ല. സോ ഞാൻ നല്ല രീതിയിൽ റിസർച്ച് ഒക്കെ ചെയ്തു. ആ ഒരു സമയത്ത് ഞാനിത് വാങ്ങുന്നില്ല, ഞാൻ ഈ പ്രൊഡക്റ്റ് കാണുന്നത് ഒരു ഹൈപ്പിൽ നിൽക്കുന്ന സമയത്താണ്. അപ്പോൾ ആ ടൈമിൽ തന്നെ ഈ പ്രൊഡക്റ്റ് ഒരുപാട് പേര് ഇങ്ങനെ റെക്കമെൻഡ് ചെയ്യുന്നു, നല്ല റിസൾട്ടാണ്, അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറയുന്നു. പക്ഷേ റേറ്റ് വന്ന് നോക്കിയപ്പോഴാണ് 1000 സംതിങ് വരുന്നുണ്ട്. സോ നല്ല എക്സ്പെൻസീവ് ആണ്. അപ്പോൾ ഇത് മേടിക്കണോ വേണ്ടേ എന്നൊരു ചിന്തയുണ്ടായിരുന്നു. കാരണം ഒരു പ്രൊഡക്റ്റ് വാങ്ങിയിട്ട് അത് നമ്മുടെ സ്കിന്നിന് സ്യൂട്ട് ആകുന്നില്ലെങ്കിൽ പിന്നെ നമുക്കൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ഒരുപാട് വിഷ് ലിസ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നതാണ്. അങ്ങനെ ഇരിക്കുകയാണ് സ്നെയിൽ തെറാപ്പിയെ കുറിച്ചിട്ട് ഞാൻ അറിയുന്നത്. സ്നെയിൽ തെറാപ്പി എന്ന് പറയുന്നത് ഒരു ട്രീറ്റ്മെൻ്റ് ആണ്, ഒരു ബ്യൂട്ടി ട്രീറ്റ്മെൻ്റ് ആണ്. ഇത് നമ്മുടെ മുഖത്ത് ഇങ്ങനെ കുറേ ഒച്ചുകളെ ഇങ്ങനെ മൂവ് ചെയ്യാൻ വിടും. അപ്പോൾ അവരിങ്ങനെ നമ്മുടെ മുഖത്ത് കൂടെ പോകുമ്പോൾ അവരിങ്ങനെ ഈ മ്യൂസിയംസ് അവിടെ ഇവിടെയൊക്കെ ആയിട്ട് സെക്രേറ്റ് ചെയ്യും. ഒരുപാട് ബെനിഫിറ്റ്സിലാണ് ഈ ഒരു സ്നെയിൽ തെറാപ്പി എന്ന് പറയുന്നത്. ഇനി എങ്ങനെയാണ് ഈ സ്നെയിൽ മ്യൂസിയംസ് എക്സ്ട്രാക്ട് ഉണ്ടാക്കുന്നതെന്ന് നോക്കിയാലോ. ആദ്യം തന്നെ വിചാരിക്കുക, ഈ സ്നെയിൽസിനെ കൊന്നിട്ടാണോ ശരിക്കും ഇങ്ങനെ ഉണ്ടാക്കുന്നത്. ബ്രാൻഡ് തന്നെ പറയുന്നത് അവർ ഒരു തരത്തിലും ഈ ഒരു സ്നെയിൽസിനെ കൊന്നിട്ടല്ല ഈ ഒരു മ്യൂസിയം എടുക്കുന്നത് എന്നാണ്. ഇത് സിമ്പിൾ ഒരു മെത്തേഡാണ് ഇവർ യൂസ് ചെയ്യുന്നത്. ഡാർക്ക് റൂമിൽ ഒരു മെഷ് നെറ്റിലാണ് ഈ ഒരു സ്നെയിൽസിനെല്ലാം ഇവിടെ പ്ലേസ് ചെയ്തിരിക്കുന്നത്. അപ്പം ഒരു 1 hour ഇതിന് ഇഷ്ടമുള്ള രീതിയിൽ എവിടെ വേണമെങ്കിലും മൂവ് ചെയ്യാൻ പറ്റും. അതിൻ്റെ അടിയിൽ തന്നെ ഇവരൊരു ബക്കറ്റ് പ്ലേസ് ചെയ്തിട്ടുണ്ട്. അതിലേക്ക് ഒരു സ്നെയിൽ മ്യൂസിയം എക്സ്ട്രാക്ട് വീഴുകയാണ്. ഇതിലിവർ ഒരു എക്സ്റ്റേണൽ പ്രഷറോ ഒന്നും അപ്ലൈ ചെയ്യാതെ അതിൻ്റെ സൗകര്യത്തിന് വിട്ടുകൊണ്ടിരിക്കുന്നതാണ് ഈ ഒരു പ്രോസസ്സ്. ഈ ഒരു സ്നെയിൽ മ്യൂസിയം സെക്രീഷൻ കളക്ട് ചെയ്യുകയും പിന്നീട് അതിന് അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് ചെയ്തിട്ടാണ് നമുക്ക് അവൈലബിൾ ആകുന്നത്. മ്യൂസിയം എസൻസ് എന്ന് പറയുന്നത് കൊറിയയിലെ തന്നെ വൺ ഓഫ് ദ പോപ്പുലർ ആയിട്ടുള്ള സ്കിൻ കെയർ പ്രൊഡക്റ്റാണ്. ഇതിൽ 96% സ്നെയിൽ മ്യൂസിയം എക്സ്ട്രാക്റ്റ് ആണ്. ഇത് നമ്മുടെ സ്കിന്നിന് ഒരുപാട് ബെനിഫിറ്റ്സ് ഉണ്ട്. ഇതിലടങ്ങിയിരിക്കുന്ന ഗ്ലൈക്കോപ്രോട്ടീൻ, ഹൈലറോണിക് ആസിഡ്, ആൻറ്റി ഓക്സിഡൻസ് എല്ലാം കൂടിയ ഈ ഒരു പവർഫുൾ കോമ്പിനേഷൻ സ്കിന്നിൻ്റെ നാച്ചുറൽ ബാരിയറിനെ സപ്പോർട്ട് ചെയ്യുക മാത്രമല്ലാതെ സ്കിന്നിനെ ഹൈഡ്രേറ്റ് ചെയ്യാനും സൂത്ത് ചെയ്യാനും സഹായിക്കുന്നു. ഈ ഒരു മ്യൂസിയം എക്സ്ട്രാക്റ്റ് സ്കിന്നിൻ്റെ ടെക്സ്ചർ ഇംപ്രൂവ് ചെയ്യുന്നത് ഫൈൻ ലൈൻസിനെയും റിങ്കിൾസിനെയും സ്മൂത്ത് ഔട്ട് ചെയ്തിട്ടാണ്. അതുവഴി ആക്നെ സ്കാറിങ്സിനെ കുറയ്ക്കുകയും ഹൈപ്പർ പിഗ്മെൻറ്റേഷൻ കുറയ്ക്കുകയും ചെയ്യുന്നു. ഇതിൽ അടങ്ങിയിരിക്കുന്ന ഹൈലറോണിക് ആസിഡിൻ്റെ ഹൈ കോൺസെൻട്രേഷൻ സ്കിന്നിൻ്റെ ഇലാസ്റ്റിസിറ്റി കൂട്ടാനും ഫേംനെസ് കൂട്ടാനും സഹായിക്കുന്നു. അതുവഴി വാട്ടർ റിറ്റൻഷൻ എബിലിറ്റി കൂട്ടുകയും സ്കിന്നിന് എപ്പോഴും ഹൈഡ്രേറ്റഡ് ആയിരിക്കാൻ സഹായിക്കുന്നു. അതുകൊണ്ട് തന്നെ ഡ്രൈ അതുപോലെ ഡീഹൈഡ്രേറ്റഡ് സ്കിന്നുകാർക്ക് ഇതൊരു നല്ലൊരു ചോയ്സാണ്. ഈ ഒരു പ്രൊഡക്റ്റ് ഫ്രേഗ്രൻസ്, സിന്തറ്റിക് കളർ, ഡാർക്ക് കളർ, സിലിക്കൺ, പോളി എത്തിനൈൽ ഗ്ലൈക്കോൾ, മിനറൽ ഓയിൽ, ഗ്ലൂട്ടൻ, പാരബൻ തുടങ്ങിയതെല്ലാം ഫ്രീ ആണ്. എങ്ങനെയാണ് ഈ പ്രൊഡക്റ്റ് കറക്റ്റ് ആയിട്ട് യൂസ് ചെയ്യേണ്ടതെന്ന് നോക്കാം. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ഏതൊരു പ്രൊഡക്റ്റ് നമ്മുടെ സ്കിന്നിൽ അപ്ലൈ ചെയ്യുമ്പോൾ നമ്മൾ ആദ്യം ചെയ്യേണ്ട ഒരു പാച്ച് ടെസ്റ്റ് ആണ്. അപ്പോൾ ഫസ്റ്റ് പാച്ച് ടെസ്റ്റ് ചെയ്ത് നിങ്ങൾക്ക് ഇത് ഓക്കെ ആണെങ്കിൽ ഫസ്റ്റ് ക്ലെൻസർ ആണ് നമ്മൾ യൂസ് ചെയ്യേണ്ടത്. ഒരു ക്ലെൻസർ യൂസ് ചെയ്തതിന് ശേഷം നിങ്ങൾ ടോണർ യൂസ് ചെയ്യുന്ന ആൾക്കാർക്കാണെങ്കിൽ ടോണർ യൂസ് ചെയ്യാം. അത് കഴിഞ്ഞിട്ട് വേണം ഇത് യൂസ് ചെയ്യാം. ഞാൻ യൂഷ്വലി ഒരു 1 or 2 പംപ്സ് ആണ് എടുക്കാറ്. അത് എടുത്തിട്ട് മുഖത്ത് നന്നായിട്ട് ഡാബ് ചെയ്ത് കൊടുക്കണം. ഒരിക്കലും ഭയങ്കര ഹാർഷായിട്ട് റബ്ബ് ചെയ്യരുത്. ഡാബ് ചെയ്ത് കൊടുക്കുമ്പോഴാണ് ഈ ഒരു പ്രൊഡക്റ്റ് നല്ല രീതിയിൽ നമ്മുടെ സ്കിന്നിലേക്ക് അബ്സോർവ് ആകുന്നത്. അത് കഴിഞ്ഞ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള സെറം യൂസ് ചെയ്യാം, മോയ്സ്ചറൈസർ യൂസ് ചെയ്യാം, സൺസ്ക്രീൻ യൂസ് ചെയ്യാൻ മറക്കരുത്. ഇത് ഞാൻ ഓൾമോസ്റ്റ് ഒരു 1 year അടുത്തോളമായി യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ട്. ആൻഡ് അടിപൊളി പ്രൊഡക്റ്റാണ്. ഇതെൻ്റെ
ഫസ്റ്റ് ബോട്ടിലായിരുന്നു. ആൻഡ് ഇത് കഴിഞ്ഞിട്ട് ഞാൻ സെക്കൻഡ് ബോട്ടിലാണ് ഇപ്പോൾ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആൻഡ് തേർഡ് ബോട്ടിൽ ഞാൻ ഓർഡർ ചെയ്തിട്ടുണ്ട്. സോ അത്രയും നല്ലതാണ്. ഭയങ്കര ഡ്രൈ ആയിട്ടുള്ള സ്കിന്നൊക്കെ ഉള്ളവർക്കാണെങ്കിൽ ബെസ്റ്റ് ചോയ്സ് ആണ്. ഞാൻ ഇങ്ങനെ ഒരു ദിവസം പോലും സ്കിപ്പ് ചെയ്യാണ്ട് യൂസ് ചെയ്യുന്ന ഒരു പ്രൊഡക്റ്റ് കൂടിയാണ്. ഫീൽ ചെയ്യാൻ പറ്റും. ഇപ്പം നമ്മൾ കുളി കഴിഞ്ഞിട്ട് നമ്മൾ വേറെ ഒന്നും തേച്ചിട്ടില്ലെങ്കിൽ കുറച്ച് കഴിഞ്ഞ് നമുക്ക് ഭയങ്കര ഡ്രൈ ആയിട്ട് ഫീൽ ചെയ്യും. അപ്പോൾ നമ്മളിത് അപ്ലൈ ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ആ ഒരു ഡിഫറൻസ് ഫീൽ ചെയ്യും. അത്രയും മോയ്സ്ചറൈസിങ് ആണ്. അടിപൊളി പ്രൊഡക്റ്റ് ആണ്. ഫസ്റ്റ് യൂസ് ചെയ്യുന്നത് എൻ്റെ മുഖത്ത് ഭയങ്കരമായിട്ട് ഡ്രൈ പാച്ചസ് ഒക്കെ ഉണ്ടായിട്ട് എനിക്കൊരു ഭയങ്കര അലർജി കഴിഞ്ഞിട്ട് എൻ്റെ മുഖം ഭയങ്കര ബാഡ് സ്റ്റേജിലിരിക്കുന്ന സമയത്താണ് ഈ പ്രൊഡക്റ്റ് വാങ്ങിയിട്ടുണ്ടായിരുന്നത്. ആൻഡ് എന്നുവെച്ചാൽ ആ ഒരു അലർജി ഉള്ള സമയത്തല്ല, അലർജി ഒന്ന് മാറി മെഡിസിൻസ് ഒക്കെ എടുത്തൊന്ന് സെറ്റായി കഴിഞ്ഞതിന് ശേഷമാണ് നമ്മളിത് യൂസ് ചെയ്യുന്നുണ്ടായിരുന്നത്. അടിപൊളി റിസൾട്ട് ആയിരുന്നു. ആൻഡ് അന്ന് ഉണ്ടായിരുന്ന ആ പാച്ചസ് ഒക്കെ പോകാൻ ഹെൽപ്പ് ചെയ്തായിരുന്നു. അപ്പോൾ അത്രയാണ് നമ്മുടെ ഈ ഒരു ചെറിയൊരു വീഡിയോ. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഒന്ന് ലൈക്ക് ചെയ്യുക. ആൻഡ് ഇത് യൂസ്ഫുൾ ആകുമെന്ന് തോന്നുന്നവർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. കൂടാതെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ ബൈ.